നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിന്റെ സഹോദരി ആമിന എൻ അന്തരിച്ചു. 42 വയസ്സായിരുന്നു പ്രായം. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഖബറടക്കം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് വയലളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ നടക്കും. ഭർത്താവ് AK നിഷാദ് മസ്കറ്റിലാണ് ഉള്ളത്. പിതാവ് പരേതനായ കോമത്ത് ഉസ്മാൻ, മാതാവ് പരേതയായ AN സെറീന. മക്കൾ ഫാത്തിമ നൌസർ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ്. അഹമ്മദ് നിഷാദ് ബിടെക് വിദ്യാർത്ഥിനിയാണ് വെല്ലൂരിൽ. സാറ എന്നിവർ മക്കളാണ്. മറ്റൊരു സഹോദരൻ AN ഷംസീറാണ്. ഷംസീറിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം വളരെ നെഞ്ചുലങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നുള്ളതാണ്. ഇവർ സഹോദരങ്ങളൊക്കെ തന്നെ വലിയ അടുപ്പത്തിലായിരുന്നു. ഷംസീർ സ്പീക്കറായി വരുന്ന സാഹചര്യത്തിൽ കുടുംബം ഒന്നടങ്കം, സഹോദരനും സഹോദരിയും എല്ലാവരും ഒന്നടങ്കമാണ് നിയമസഭയിലേക്ക് എത്തിയത്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ഏറ്റെടുത്തതുമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഈ ഹൃദയാഘാതത്തിൽ 42 വയസ്സ് മാത്രമാണ് പ്രായം. അതൊരു പ്രായമേ അല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷേ ഇപ്പോൾ ഹൃദയാഘാതം സംഭവിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രവാസ ലോകത്താണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ AN ഷംസീറിന്റെ വീട്ടിലും ആ ദുഃഖവാർത്ത വന്നിരിക്കുന്നു. ഖബറടക്കം ഇന്ന് 12 മണിക്കാണ്. മിക്ക മന്ത്രിമാരും MLA-മാരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും വന്ന ഒരു വിയോഗ വാർത്ത രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ച ഒരു വാർത്തയായിരുന്നു. അന്ന് അദ്ദേഹം എഴുതിയ കുറിപ്പ് അത് എല്ലാവരുടെയും നെഞ്ചുലയ്ക്കുന്ന കുറിപ്പായിരുന്നു. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അമ്മയെ ഓർത്ത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എഴുതിയ വികാരഭരിതമായ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. ഒരായുസിന്റെ സന്തോഷങ്ങളും ഒരു അനുഭവങ്ങളും ആർജിച്ച ഒരുപാട് പേരുടെ അമ്മയാണ് അമ്മയുടെ മടക്കമെന്ന് രമേശ് ചെന്നിത്തല സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് താങ്ങും തണലുമായി നിന്നത് അമ്മയാണെന്നും അമ്മയുടെ മരണത്തോടെ ഭൂമിയിലെ തന്റെ പൊക്കിൽക്കൊടി അറ്റുപോയി എന്നും ചെന്നിത്തല കുറിച്ചു. ഒക്ടോബർ 20-നാണ് രമേശ് ചെന്നിത്തലയുടെ അമ്മ N ദേവകി അമ്മ മരിച്ചത്. രമേശ് ചെന്നിത്തലയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം നോക്കാം. അമ്മയില്ലാത്ത ഈ ഭൂമിയിൽ ഞാൻ ഉണരാൻ തുടങ്ങിയിട്ട് 3 ദിവസങ്ങളായി. 91 വർഷം നീണ്ട ഒരായുസിന്റെ സന്തോഷങ്ങളും ഒരു അനുഭവം ആർജിച്ച അദ്ദേഹം സ്നേഹം വിളമ്പി എന്റെ അമ്മ മാത്രമല്ലാതെ ഇരുന്ന ഒരുപാട് പേരുടെ അമ്മയായാണ് മടക്കമെന്ന ആശ്വാസം തരുന്നുവെങ്കിലും ഭൂമിയിലെ എന്റെ പൊക്കിൽക്കൊടിയാണ് വേർപെട്ടു പോയത് എന്ന വേദന ഇടയ്ക്കിടെ ഇരച്ചു കയറുന്നുണ്ട്. ആകാശത്തോളം ഓർമ്മകളാണ് തിരയിൽ ഇരച്ചു വരുമ്പോൾ ഓർമ്മകളുടെ കടൽ. സ്നേഹസമുദ്രമായിരുന്നു അമ്മ. എന്റെ ഉയർച്ച താഴ്ചകളെല്ലാം കരുത്തോടുകൂടി ഒപ്പം നടന്നൊരാൾ. കപ്പൽ ചേത്തത്തിൽപ്പെട്ട നാവികന്റെ അവസാനത്തെ തുരുത്തുപോലെ ഒടുവിൽ വന്ന് അടങ്ങുന്ന ഒരിടം. ഓർമ്മകളുടെ കുത്തൊഴുക്കാണ്. അത് അവസാനിക്കുന്നില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ അച്ഛന്റെ ഉഗ്രശാസനത്തിനും ഈ പുത്രസ്നേഹത്തിനും ഇടയിൽ പെട്ടുപോയ ഒരമ്മയുണ്ട്. സ്കൂൾ അധ്യാപകനും മാനേജറുമായിരുന്ന V രാമകൃഷ്ണൻ നായരുടെ മകനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എന്റെ വഴിയും ഒത്തുചേരാതെ പോയ ഒരു കാലഘട്ടമായിരുന്നു അത്. അന്നതിന്റെ ഇടയിൽ അകപ്പെട്ട ഒരാളാണ് എന്റെ ദേവകിയമ്മ. പഠിത്തത്തിൽ മിടുക്കനായിരുന്ന എനിക്ക് 10ാം തരത്തിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടണമെന്നായിരുന്നു അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രതീക്ഷ. എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോയ എനിക്ക് വെറും 5 മാർക്ക് വ്യത്യാസത്തിൽ ആ സ്വപ്നം സഫലമാക്കാൻ കഴിഞ്ഞില്ല. റിസൾട്ട് വന്ന ദിവസം ഇന്നും ഓർക്കുന്നു. അച്ഛനും ബന്ധുക്കളും അധ്യാപകരും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നിഷ്പ്രയാസം വാങ്ങാമായിരുന്ന ഫസ്റ്റ് ക്ലാസ്, അതുകൊണ്ട് ഗംഭീരമായേക്കാവുന്ന ഭാവി. എല്ലാ കുറ്റപ്പെടുത്തലും കേട്ട് ശൂന്യനായി നിന്നുപോയ ഞാൻ ഇടയ്ക്കിടെ അമ്മ വന്ന സാരമില്ല എന്ന മട്ടിൽ ഒന്നും സ്പർശിക്കും, തലയിലൊന്നും തടവും. അത് മതിയായിരുന്നു, അത് മാത്രം മതിയായിരുന്നു എല്ലാ ഊർജവും തിരികെ കിട്ടാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയം കളയാതെ കൊണ്ടുനടന്ന എന്നെ ഓർത്ത് അച്ഛൻ വേദനിച്ചു. പലപ്പോഴും അത് കടുത്ത രൂക്ഷമായി. അതിനിടയിലെ സമ്മർദ്ദമെല്ലാം ഏറ്റുവാങ്ങിയത് അമ്മയാണ്. വീട്ടിൽ കയറ്റരുത് എന്ന അച്ഛന്റെ ശാസനയ്ക്കിടെ അടുക്കളവാതിൽ വൈകിയെത്തുന്ന മകനെ വേണ്ടി തുറന്നു വെക്കുമായിരുന്നു അമ്മ. അതിൽ 4-5 പേർക്കെങ്കിലും ഭക്ഷണം കരുതിയിരിക്കുമായിരുന്നു. കാരണം എന്റെ കൂടെ കൂട്ടുകാരും ഉണ്ടാകുമെന്ന് അവർക്ക് നന്നായി അറിയാം. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലെന്നും അമ്മയ്ക്കറിയാം. പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ദിനം ഓർമ്മയിൽ ഇങ്ങനെ മങ്ങാ നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ മേഖലയിൽ നിന്ന് വീണ്ടും ഒരു വേർപാട് ഉണ്ടാകുന്നു. രാഷ്ട്രീയ മേഖലയിലെ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വേർപാട് അത് തീർച്ചയായിട്ടും അവരെ കൂടി നെഞ്ചുലയ്ക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല.